നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ കോക്കാച്ചി പാർട്ടി, കോക്രേച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടായ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ ഭക്ഷണം കൊടുത്ത് സമ്മേളിക്കുന്ന അടിച്ചു പൊളിക്കുന്നതിന് പാർട്ടി എന്നും പറയാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും പാർട്ടി എന്ന് പെടുത്താം. അല്ലാതെ ഇതിനൊരു സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളാണ് ഇവിടെ പലതിനെയും ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതേ മാധ്യമങ്ങൾ നാളെ തിരിച്ചും പറയും. കാരണം മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്തയെ വേണ്ടു. ഇന്നത്തെ വാർത്ത അതാ കോക്കാച്ചി പാർട്ടീൻ്റെ ആളുകളെ അടിക്കുന്നു, അവരെ മർദ്ദിക്കുന്നു, പോലീസ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയും. നാളെ ഇവർ തന്നെ മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി നേരെ തിരിച്ച് അവർ പറയും അവരെ അക്രമകാരികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ ശരിയല്ല, ആനയാണ് ചേനയാണ് മറ്റേതാണ്. പിന്നെ ഇപ്പം വർണ്ണിച്ചതെല്ലാം മാറി ഇവരുടേതായ ചില കണ്ടെത്തലുകൾ ഉണ്ടാവും. പക്ഷേ ജനങ്ങൾ മാധ്യമങ്ങൾക്കനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തമായ ധാരണയില്ലാതെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ഇതാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്ക് എന്ത് വേണം? ഒരു ദിവസത്തെ ലീഡ് വാർത്ത വേണം. ആ വാർത്ത എന്ത് കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോഴേക്കും അവർ പിന്നെ അവർക്ക് തിരുത്തലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നതുപോലെ ഇപ്പം ഈ സംഘടനക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ. അവിടെ ഇങ്ങനെ ഓരോരുത്തർ പോവുകയാണ്. ഞാൻ ഈ സംവിധാനത്തെ എതിർക്കാൻ കാരണം, ഈ സംവിധാനത്തിനെതിരായിട്ട് സംസാരിക്കാൻ കാരണം, ഇത് വ്യവസ്ഥാപിതപരമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല, ഒരു ആൾക്കൂട്ടം മാത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ആൾക്കൂട്ട വിചാരണ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ഒരു ആൾക്കൂട്ട വിചാരണ മാത്രമാണ്. പക്ഷെ അതൊരു വലിയൊരു കൂട്ടമാകുമ്പോഴേക്ക്, വലിയ ജനക്കൂട്ടത്തെ കാണുമ്പോഴേക്ക് ഈ നാട്ടിലുള്ള പാരമ്പര്യം പറയാനുള്ള, സമര പാരമ്പര്യം പറയാനുള്ള, നിരവധിയായ എന്താ പറയേണ്ടത്, പ്രവർത്തന പാരമ്പര്യവും പലതും പോരാട്ട കഥകൾ പറയാനുള്ള പാർട്ടിയുടെ ആളുകൾ ഉൾപ്പെടെ അതിന് പോയിട്ട് പിന്തുണ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജാകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ആൾക്കൂട്ടത്തെ കണ്ടിട്ട് അതാണ് രാഷ്ട്രീയമെന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ കേരളത്തിൽ, അതുപോലെ തന്നെ ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വരേണ്ട ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ബംഗാളിലെ പ്രവർത്തനങ്ങളെ നിങ്ങളൊന്ന് നോക്കിയേ. ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ഒരു ആ മൈതാനത്തൊക്കെ ഉള്ള പരിപാടിയിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളായിരുന്നു. തിങ്ങി നിറഞ്ഞ ജനങ്ങൾ, ആ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. റാലികളിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. കേരളത്തിൽ കുടുംബയോഗങ്ങളിൽ ഉൾപ്പെടെയുള്ള ഓരോ പരിപാടികളിലും ആളുകളുണ്ടായിരുന്നു. പക്ഷെ അത് വോട്ടായി മാറുമ്പോഴേക്ക് അത് പെട്ടിയിലേക്ക് വന്നിട്ടില്ല. അതിന് EVM പ്രശ്നമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ തർക്കിക്കാനുമില്ല. പക്ഷെ ഒരാൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് നമുക്കൊരു പ്രസ്ഥാനത്തെയോ ഒരു സംവിധാനത്തെയോ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഡൽഹിയിൽ സമരത്തിന് പിന്തുണയുമായി പോയി സമരം ചെയ്തു. എന്നെ അവിടുന്ന് പോലീസ് മർദ്ദിച്ചു, അല്ലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടക്കപ്പെട്ടാൽ ആരെന്നെ വന്ന് ഇറക്കും? എൻ്റെ കേസിന് ആര് നടത്തിക്കും? ഇനി ഇവിടെ ഇപ്പം പൊതുമുതലുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടനയാണോ അത് ചെയ്തത് അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നിയമം. ഇവിടെ ഇതിനൊരു നാഥനില്ലാതെ ഇത് ആരിൽ നിന്ന് ഈടാക്കും? ആർക്കെതിരെ കേസെടുക്കും? ആരിൽ നിന്ന് ഈടാക്കും? ഇതിനൊരു സംവിധാനം വേണ്ടേ? പണ്ട് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്, ഇത് അഭ്യസ്തവിദ്യരായ ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവർ തൊഴിലിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതാണ്, കേന്ദ്ര സർക്കാർ തൊഴിൽ കൊടുക്കായിട്ടാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ PSC പേപ്പർ ഉച്ചക്ക് നടത്തേണ്ട PSCൻ്റെ ചോദ്യ പേപ്പർ രാവിലെ പൊട്ടിച്ചിട്ട് ഇവിടെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PSCയിൽ എഴുതാതെ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുത്ത വിഷയമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജിത്തും നിസാമും ഉണ്ടായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ട് എന്താ ഇവിടുത്തെ മുഴുവൻ യുവാക്കളും ഒത്തുചേർന്നിട്ട് ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കി സമരം ചെയ്യാൻ വേണ്ടി നിൽക്കാത്തത്? ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ വേണ്ടേ? കേന്ദ്രത്തിൽ മാത്രം മതിയോ? ആയിക്കോട്ടെ, നിങ്ങൾ തൊഴിലിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെങ്കിൽ, പണ്ട് കോവിഡിൻ്റെ കാലത്ത് കണ്ണൂർ ടൗണിൽ ഒരു സമരം നടത്തും. ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ PP കിറ്റ് ഇട്ടുകൊണ്ട് കുറേ ഉദ്യോഗാർത്ഥികൾ, അതായത് റാങ്ക് ഹോൾഡേഴ്സ് അവിടെ വന്നു സമരം ചെയ്തു. അപ്പോൾ പോലീസുകാർ അവരോട് അഭ്യർത്ഥിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ആ പോലീസിന് അത് അറിയുന്നുണ്ടാണ് പറഞ്ഞത്. അഭ്യർത്ഥിച്ച് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്യില്ല, ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. കാരണം കേസ് ഉണ്ടായാൽ ജോലി കിട്ടൂല. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളതും ഇല്ലാതാക്കും, അതുകൊണ്ട് പിന്മാറണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് കോവിഡിൽ സമരം PP കിറ്റിട്ട് സമരം ചെയ്യാനൊന്നും
കോവിഡ് നിയമം ലംഘിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവരെ പോലീസുകാർ പറഞ്ഞ് പിന്മാറ്റുന്നുണ്ട്. എന്നതുപോലെ ഇപ്പോൾ ഡൽഹിയിൽ ഇവരിങ്ങനെ പോലീസിനെ നേരെ ആക്രമിക്കുന്നു. പിന്നെ പല നിലയിലുള്ള അക്രമങ്ങൾ കാണിക്കുമ്പോൾ ഇതിനെതിരെ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് സംഘടന എന്നുള്ള നിലയിലല്ലല്ലോ, വ്യക്തി എന്നുള്ള നിലയിൽ കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഏത് സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി കിട്ടുക? അപ്പോൾ സമരം വേണം, സമവായത്തിലൂടെ. അക്രമം ഒഴിവാക്കിയിട്ടുള്ളൊരു സമരമാണ് ഈ ഉദ്യോഗാർത്ഥികൾ നടത്തേണ്ടത്. അങ്ങനെയാണ്. ജന്തർ മന്ദിറിൽ നിരവധിയായ സമരങ്ങൾ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരവധി സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്നതുപോലെ ജന്തർ മന്ദിറിലും നിരവധി സമരം നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സമരം എന്നല്ലാതെ ഇതിനെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആളുകളും പിന്തുണക്കുമ്പോൾ അതിന് ഒരു കൃത്യമായ വ്യക്തമായ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് നാളുകളിൽ ഇവരിൽ നിന്ന് ഈടാക്കേണ്ടത്, ഈ സപ്പോർട്ട് ചെയ്ത ആളുകളിൽ നിന്ന് ഈടാക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സമരങ്ങളിൽ പോയിട്ട് കേസ് വന്നാൽ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ED കേസിലൊക്കെ ചില ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ്. തൊഴിലിന് വേണ്ടിയിട്ടാണെങ്കിൽ അക്രമ സമരം ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇതിന് സ്പോൺസർമാർ ആരാണ്? പന്തൽ കെട്ടുന്നുണ്ട്, ചിലവ് വേണം, മറ്റ് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു വ്യക്തിയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു സമരമായതുകൊണ്ടാണ് ഞാനിതിനെ എതിർക്കാൻ കാരണം. ഇതിനൊരു സംഘടനാ സംവിധാനമില്ല, അതുപോലെ തന്നെ യൂണിറ്റ് ഇല്ല, ഭാരവാഹികൾ കൃത്യമായ ആരാണെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ സമരത്തിന് ആളുകൾ പിന്തുണക്കുമ്പോൾ നാളുകളിൽ ഇവർ എങ്ങനെ മാറും എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ വെക്കുന്ന ഒരാവശ്യം ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നാളുകളിൽ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഉണ്ടായതുപോലെ ഒരു കൂട്ടത്തിൽ നിന്ന് കുറേ ആളുകൾ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്ന്. അന്ന് ഈ പറയുന്ന ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും അതുപോലുള്ള ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റാത്ത ആശയത്തിലായിരുന്നുവെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്തു ചെയ്യും?